ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് മോംസി. നമ്മളുടെ 7 days പ്രിപ്പറേഷൻ സീരീസിൻ്റെ 4th ഡേയിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഡേയ്സിൽ നമ്മൾ എങ്ങനെ സ്മാർട്ടായി ടൈമിനെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇപ്പോൾ നല്ലൊരു ട്രാക്കിൽ കയറിയിട്ടുണ്ടാകും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, എക്സാമിന് ഞാൻ നല്ല പഠിക്കാറുണ്ട്, ഒരുപാട് ടൈം പഠിക്കാറുണ്ട്, രാത്രിയും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കാറുണ്ട്, പക്ഷേ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് എല്ലാം മറന്നു പോകുന്നു. ഇത് നിങ്ങളൊരാളുടെ മാത്രം പ്രശ്നമല്ല, ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? നമ്മൾ പലപ്പോഴും പഠിക്കുന്നത് കാണാതെ പഠിക്കൽ അല്ലെങ്കിൽ പാസീവ് ലേണിംഗ് വഴിയാണ്. സിനിമ കാണുന്നത് പോലെ പുസ്തകം വെറുതെ നോക്കി വായിച്ചാൽ അത് പെട്ടെന്ന് തന്നെ മറന്നു പോകും. പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാള് വരെ ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കുന്ന 2 സിമ്പിൾ വേസ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോളിംഗ് ആണ്. അതായത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പുസ്തകം അടച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ എന്താണോ വായിച്ചത് അത് നിങ്ങളുടെ മനസ്സിലോട്ട് ഓർത്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സ്വയം ഉറക്കെ പറഞ്ഞു നോക്കുക. വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ 10 ഇരട്ടി ഓർമ്മശക്തി തരാൻ ഈ ഒരു ട്രിക്കിന് കഴിയും. ഓക്കെ. ആൻഡ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പുകൾ. വലിയ വലിയ ഉത്തരങ്ങൾ വലിയ പാരഗ്രാഫുകളായി പഠിക്കുന്നതിന് പകരം അതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കീവേഡ്സ് മാത്രം ഉപയോഗിച്ച് ചെറിയൊരു ചിത്രം പോലെ വരച്ചു പഠിക്കുക എന്നുള്ളതാണ്. അതായത് സെൻറ്ററിൽ പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണ് എഴുതുക, എന്നിട്ട് അതിൽ നിന്നും അതിലെ സബ് ടോപ്പിക്സ് ബ്രാഞ്ചസ് ആയിട്ട് വരച്ചിട്ട് എഴുതുക. ഓക്കെ. നമ്മുടെ തലച്ചോറിന് വരികളേക്കാൾ കൂടുതൽ ചിത്രങ്ങളാണ് ഓർത്ത് വയ്ക്കാൻ എളുപ്പം. അതുകൊണ്ട് ഇനി നിങ്ങൾ പഠിക്കാനുള്ള സമയത്ത് ഇതുപോലെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇനി നിങ്ങൾക്ക് ന്യൂ അക്കാദമിക് ഇയർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഒരു മൈൻഡ് മാപ്പ് ട്രിക്ക് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ. ആൻഡ് വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇതുപോലെ ഇഷ്ടപ്പെട്ട് സ്മാർട്ടായിട്ട് വേണം പഠിക്കാൻ. നമ്മൾ പലപ്പോഴും നമ്മളുടെ പഠനത്തിൻ്റെ സ്ട്രാറ്റജിയാണ് പ്രശ്നം. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഡെയിലി കുഞ്ഞു കുഞ്ഞു സെഷനായിട്ടാണ് നമ്മൾ എടുത്തു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.